പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. 3-ൽ ബുധൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധൻ. ഒന്ന് ബുധൻ 2-ാം ഭാവാധിപനാണ്, മിഥുന രാശിയുടെ അധിപനാണ്. മറ്റൊന്ന് ബുദ്ധിപതിയാണ്, 5-ാം ഭാവാധിപനാണ്. ഭൗതികമായ മേഖലയിലായാലും ധനപരമായ മേഖലകളിലായാലും തന്നെ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മേഖലയിലൊക്കെ തന്നെ, കർമ്മമേഖലയിലൊക്കെ തന്നെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ ബുധൻ. പ്രബലഹ, താൻ പ്രബലനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി എന്താണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മണിക് മിത്രത പണ്ഡികൃത് വൃത്തിശീല. മണിക് മിത്രത വലിയ വ്യാപാരികൾ സൗഹൃദം വരും. വശിത്വം ദിയ ദുർവശന ഉപേതി. ദുർവശന്മാരെ തൻ്റെ നയചാതുര്യത്തിലൂടെ തനിക്ക് അധീനതയിലാക്കാൻ കഴിയും. ബുധൻ ചാതുര്യത്തിൻ്റെ ഗ്രഹമാണ്, നയത്തിൻ്റെ ഗ്രഹമാണ്. അതിനാൽ ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. കാരണം ഇടവൻ രാശിക്കാർക്ക് ഇന്ന് 3-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. അതൊരു അതീവ വസുമത് യോഗമാണ്. ഉപജയരാശിയിൽ 3 ശുഭഗ്രഹങ്ങൾ നിൽക്കുക, ലഗ്നാൽ അതീവ വസുമൽ ശശാങ്കൻ, അതീവ വസുമത് യോഗമാണ്. നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാം. പലപ്പോഴും ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യാൻ ഈ ബുധൻ വളരെയധികം പ്രബലനാണ്. പലപ്പോഴും നല്ല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ഗാംബ്ലിങ് പോലെ, ഊഹക്കച്ചവടം പോലെ ധാരാളം പെട്ടെന്നുള്ള വ്യാപാരത്തിൽ ധനം കിട്ടാൻ ഈ ബുധൻ സഹായിക്കും. കേവലം 12 ദിവസം മാത്രമാണ് ബുധൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞത്, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഇടവൻ രാശിക്കാർക്ക് അവിചാരിതമായി ചില ധനലാഭങ്ങൾ വന്നു ചേരുന്നതാണ്. നമസ്തേ.